ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. കടലിൽ പോയി നേരെ കാണുന്ന കടലിൽ പോയി നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഷൈജു. ഭയങ്കര കുക്കിങ്ങില്ല കേട്ടോ. എന്നാണ് നമ്മുടെ വേറെ ആളുകൂടെ വരാനുണ്ട്, ഷൈജു ബിജു ഇനിയിപ്പം ഇച്ചിരി ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞാൽ ഫോൺ വിളിച്ചപ്പോൾ. ഷൈജു എന്താണ് കുക്ക് ചെയ്യുന്നത്? ഓംലെറ്റ്. ഷൈജു എല്ലാം റെഡിയാ? അപ്പോൾ പവറല്ലേ ഷൈജു? പിന്നെ ഫുൾ പവറല്ലേ? ഫുൾ പവറാ. അപ്പോൾ നമുക്ക് ബിജുവിന് പിന്നെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുക. ബിജു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇത് ബിജുവിൻ്റെ വീടാ. അവൻ പുറത്തോട്ട് വരിക, അവൻ വരാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കടലിലേക്ക് പോയി ഞണ്ടിനെ അമ്മക്ക് അവിടെ വെച്ച് പിടിക്കാം. ഹലോ ഗൈസ്, നമ്മൾ ചെറുക്കൻ വന്നിരിക്കുകയാണ്. മെയിൻ തപ്പിൻ്റെ ആശാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ലേറ്റായി, അവനെ കൊണ്ട് ഇച്ചിരി ലേറ്റായി. ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോവാം. ഷൈജി എല്ലാം അവിടെ നിൽക്കുകയാണ്. വളരെ അവൻ വരുന്നത്. ഷൈജി ഓക്കെ പോടാം നമുക്ക്. ഞങ്ങൾ പോവാം. ഞങ്ങൾ ഞണ്ട് പിടിച്ചിട്ട് പൊളിക്കും. അപ്പോൾ തുടങ്ങി ബിജു കടലിൽ ഇറങ്ങിയിരിക്കുകയാണ് ഞണ്ട് പിടിക്കാൻ. തുടങ്ങിയിരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കടലിൽ ഞണ്ട് പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. അതും കടലിൽ ഇറങ്ങിയിരിക്കുന്ന സമയം അത് വേലി കയറ്റം വേലി ഇറക്കും അങ്ങനെ പറയുന്നുണ്ട്. വേലി കയറ്റത്ത് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അതാണ്ടാ പിടിച്ചിരിക്കുന്നത്, ആടത്തെ ഞണ്ട് പിടിച്ചിരിക്കുന്നത് ആണ്ടാ. തപ്പി പിടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു. കാലൊടിച്ചിട്ട് ഇടാൻ പറ്റും. കാരണം കാലൊടിച്ചില്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ കൈ കയറി ഇറക്കും. 1-2 കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ഞണ്ടാണെങ്കിൽ ഞണ്ട് തപ്പിപ്പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. ആണ്ടാ അടുത്തതാ പിടിച്ചിരിക്കുകയാണ്. തുടങ്ങിയിരിക്കുക ഞണ്ട് പിടുത്തം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും പിടിച്ചിരിക്കുകയാണ്. ഞണ്ടിനെ പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ബിജു എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടാണ് ഞണ്ടിനെ പിടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കയറി അടിക്കുന്നതും കറക്റ്റായിട്ട് നമുക്ക് കൊണ്ട് എക്സ്പോർട്ടുള്ള ആർക്ക് മാത്രമേ ഞണ്ടിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും അങ്ങനെ പറ്റത്തില്ല. ആ പാറയുടെ ഇടയ്ക്ക് ഞണ്ട് വേലി ഇറങ്ങുന്ന സമയത്ത് ഞണ്ട് വരും. അങ്ങനെയാണ് ബിജു ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വാ, അതാണ് നമ്മൾ പഴയ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ ഡ്രസ്സ് മൊത്തം അഴുക്കാവും. ബിജുവും ഷൈജുവും കുട്ടനും ചേർന്ന് ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ആ ഞണ്ടിനെ പിടിക്കുന്ന ഒരു ഇതിനകത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ. അടുത്ത ഞണ്ടിനെ പിടിച്ചിരിക്കുകയാണ്. ബിജുവിനെ ഞണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേക ഒരു കഴിവ് തന്നെ ആ ഞണ്ടിനെ പിടിക്കാൻ. ഇപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ലാരും, അതെ, ചെറിയൊരു ബീച്ചുണ്ട്. തിരുവല്ല ബീച്ചിലാണ് ഇരിക്കുന്നത്. അതും ഒരുപാട് പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കൊണ്ടോട്ട് പിള്ളേരെല്ലാം ഇറങ്ങി കാണും, എന്താ അറിയാൻ വയ്യ വീഡിയോയിൽ. എല്ലാവരും പിള്ളേരിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുന്നു. എടാ എത്ര തന്നെ കിട്ടി? കുറേ 5-6 കിട്ടുന്നുണ്ട്. കടിച്ചടാ. ഞണ്ട് നല്ല ഇറുക്കത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞണ്ട് നല്ല കടിയായിരിക്കുന്നത്. കരുതണ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ എക്സ്പോർട്ടറുള്ള ആൾക്ക് മാത്രമേ ഞണ്ടെ കൊണ്ട് പിടിച്ച് തപ്പി എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു സൂപ്പർ വീഡിയോ കേട്ടോ ഈ വീഡിയോ. ഞങ്ങൾ ഞണ്ട് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വേലി ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വേലി കയറ്റത്ത് നമുക്ക് ഞണ്ട് പിടിക്കാൻ സാധ്യമല്ല. ബോഡിയുടെ ക്വാളിറ്റി എത്രയെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ബോഡിയുടെ ക്വാളിറ്റി എത്ര അറിയാൻ പറ്റില്ല. ഞാൻ ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ഞണ്ടിനെ കിട്ടി. ഒന്ന് കാണിച്ചടാ, ഒന്ന് കാണിച്ചേ. വേണ്ട, ഓക്കെ കേട്ടോ. കുറച്ച് ഞണ്ടായിട്ടുണ്ട്. എത്ര 10-20 ഞണ്ടായ? എത്ര ഞണ്ടാളയാ? അങ്ങനെ ഷൈജു മച്ചാൻ ഞണ്ടിനെ പിടിച്ചിരിക്കുകയാണ്. വേണ്ട
ആടാ ബിജു അറിഞ്ഞും പറഞ്ഞോ ഞണ്ട് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ തപ്പി അവരൊക്കെ നിറയെ എക്സ്പേർട്ട് ആൾക്കാരാണ് ഞണ്ട് പിടിക്കാൻ. നമ്മൾ ഞണ്ട് പിടുത്തം വീഡിയോ എങ്ങനെ അതിൻ്റെ പേരെന്താടാ? ഇതാണ് കടിക്കാത്ത ഞണ്ട്. കടിക്കാത്ത ഞണ്ടോ? കടിക്കുമോ? അത് കടിക്കടാ. ഞങ്ങൾ വിടുവാന്നേ. പുതിയൊരു വെറൈറ്റി ആയിട്ട് പിടിച്ചേക്കാണ്. ഇത് കടിക്കത്തില്ല, പക്ഷേ ഞങ്ങൾ വിടുവാണ്. ഈ ഞണ്ട് വിടുവാണ് എല്ലാവർക്കും വേണ്ടി. നമ്മുടെ ആവശ്യമില്ലാത്ത നണ്ടല്ല നമ്മളെ വിടും. നമുക്ക് അങ്ങനെ തകർത്ത് ഞണ്ട് പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. ഞണ്ട് പിടിച്ചിരിക്കുക. നമ്മൾ നടക്കുമ്പോൾ ഞണ്ട് നല്ല തിരയുണ്ട് കേട്ടോ. വേലി ഇറക്കാമെന്ന് പറഞ്ഞാലും നല്ല തിരയുണ്ട്. തിര ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ കടിഞ്ഞാൽ പറഞ്ഞും ഞണ്ട് പിടിച്ചോണ്ടിരിക്കുക. ഞണ്ട് കിട്ടി. അവിടെ 10-25 ഞണ്ട്. അങ്ങനെ ഞണ്ട് പിടിച്ച് കാലടിച്ചിടും. അടുത്ത ഞണ്ട് അറിഞ്ഞും പറഞ്ഞ് ഞണ്ട് പിടിച്ചോണ്ടിരിക്കുക. അതെ, കാലടിച്ചും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പം നമ്മളത് കാൽ പിടിക്കാൻ നമ്മളെ കൈക്കകത്ത് നല്ല ഇറക്കി കിട്ടും. ഇപ്പോൾ വരേണ്ട 10-30 നല്ല ഇതുണ്ട്. അങ്ങനെ നല്ല പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത ഞണ്ട് പിടിച്ച് കൂട്ടാ ഇവിടെ അറിഞ്ഞു പറഞ്ഞ് ഞണ്ട് പിടിച്ചോണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് സെൽഫി എടുക്കുക. ഫാമിലീസിൽ വന്ന് ഇപ്പോണ്ട്. പിന്നെ അവിടെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണുന്നില്ല തന്നെ അവിടെ ചൂണ്ടയിടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. തിരമാലൊരു സൗണ്ട് കേൾക്കുമെന്ന് അറിയാൻ വയ്യ. മൈക്കിൻ്റെ ചെയ്തിട്ട് വെച്ചിട്ട് കടലിച്ച് നല്ല ഇത് സൗണ്ട് എത്ര ക്വാളിറ്റിയാണ് കേട്ടെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ നമ്മുടെ മണി സമയത്ര 4 മണി 4 മണി ആ സമയം തോന്നുന്നു. ബിജു അറിഞ്ഞും പറിച്ചും ഞണ്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്.
പറക്കേടാ അടുത്ത കേട്ടാ ഗോണല്ലേ ആണല്ലേ ഞാൻ അറിഞ്ഞാൽ പറ്റാം ഞണ്ട് പിടിച്ചോണ്ടിരിക്കുക വയ്യും ചായച്ചും കൂടെ ചേർത്ത് എത്രയാടാ ഒന്ന് കാണിച്ചെടുത്തേ ചേച്ചിക്ക് ഇത് ഫ്രഷ് അല്ലേ ഞണ്ട് പീര വരിക്കാമല്ലോ പീര വരിക്കാം ആ അതിനെക്കാളും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഡിഫ് നോക്കി നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക് നോണ്ട എക്സ്പോർട്ട് നമ്മൾ വെച്ചിട്ട് എക്സ്പോർട്ടാ അവര് തപ്പി പിടിക്കുന്നത് എക്സ്പോർട്ടാ കാടാട്ടാ കടിക്കാതെ കറക്റ്റാ എടല്ലേ ചുമ്മാ നിക്കടാ അത് വീട് എടുത്തണ എറാ എറാ എടുത്തേ അല്ലേ ഞാൻ കാണിച്ചു കാണിച്ചു കണ്ടു കാണിച്ചോ കളയല്ലേ ആ പോടാ ഇവിടാ എടേ കടൽ പെൻസിൽ കടൽ പെൻസിൽ പെൻസിൽ ഒന്നും ചെയ്തില്ല അതേതാ ആണോ ഇല്ല ഇല്ല ഇത് കടൽ പെൻസിൽ ഇത് നമുക്ക് സ്ലേറ്റിനകത്തൊക്കെ ചെയ്തില്ലേ
ആ പെൻസിലാ ഇത് കടിക്കുന്നില്ല വെച്ചോ എടുത്ത കൈ എടുത്തോ ഇവിടെ എന്നാടാ കാണിക്കുന്നത് ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്ന കാര്യത്തിന് വേലി കയറ്റം തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഒരു ഓടി എത്ര കറക്റ്റാണെന്ന് വെച്ചാൽ നല്ല തിര അടിക്കുന്നുണ്ട്. ഓടി എത്ര കറക്റ്റാണെന്ന് ഞങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയാൻ വയ്യ. നല്ല തിര അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ എത്ര ഞണ്ടിനെ പിടിച്ചത് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നണ്ട് പിടുത്തം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞു ഞങ്ങൾ ആകെ ക്ഷീണിച്ച് ദേഹം മൊത്തം ഡ്രസ്സ് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊരു രണ്ടുപേര് പോകുന്നു, മണ്ണടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഒരുപാട് ഞണ്ട് ഇതിനെ കിട്ടി. ബാക്കിയെല്ലാം ഞങ്ങൾ ഞണ്ടിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പിടിച്ച ഞണ്ട്. ഇതിലിപ്പോൾ ഇനി കഴുകി ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാൻ പോകുന്ന നേരത്തെ ഇവിടെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം കഴുകി തോടല്ല പൊളിച്ച് മാറ്റണം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് കാണുന്ന ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ബൈ.